ഹലോ വ്യൂവേഴ്സ്, ഈസി കൊമേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈനർ ടു പേപ്പറായ ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിങ്ങിലെ ലീഡർഷിപ്പ് ഭാഗത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡിഫൈൻ ലീഡർഷിപ്പ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ അതിൽ ലീഡർഷിപ്പിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുന്നുണ്ട്. മീനിങ് ചോദിച്ചാലും ഡെഫിനേഷൻ ചോദിച്ചാലും നിങ്ങൾ എന്തായാലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. കാരണം മീനിങ് ചോദിച്ചാൽ ഡെഫിനേഷൻ എഴുതിയാൽ കുഴപ്പമില്ല, പക്ഷേ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ മീനിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ജി ആർ ടെറി ഡിഫൈൻ ചെയ്യുന്ന ലീഡർഷിപ്പിൻ്റെ ഡെഫിനേഷനാണ് തന്നിട്ടുള്ളത്. ദി ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അവർ വില്ലിങ്നെസ്സോട് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ തന്നെ ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും നല്ലൊരു രീതിയിൽ ലീഡർഷിപ്പിന് റോൾ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് കഴിഞ്ഞ് അതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, ബൂസ്റ്റിംഗ് എംപ്ലോയി പെർഫോമൻസ്, എൻഹാൻസിംഗ് മൊറേൽ, efficient utilization of talent, encouraging teamwork, creating confidence, improving interpersonal relationships, meeting social expectations. ഓരോ പോയിന്റും എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ കൂടെ എഴുതേണ്ടി വരും. അടുത്തതാണ് ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ ഫോസ്റ്ററിങ് എ പോസിറ്റീവ് വർക്ക് കൾച്ചർ ആൻഡ് ബിൽഡിംഗ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിലെ പോസിറ്റീവായിട്ടൊരു വർക്ക് കൾച്ചർ ഉണ്ടാക്കുവാനും അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനും ഒരു ലീഡർഷിപ്പിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് റോൾ ഓഫ് ലീഡർഷിപ്പ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സെറ്റിംഗ് ദ ടോൺ ആൻഡ് വിഷൻ, അല്ലേ? ഒരു എഫക്റ്റീവായിട്ടുള്ള ലീഡേഴ്സ് ഈ വാല്യൂസും ബിഹേവിയറും അവരെന്താണോ ടീം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വാല്യൂസും ബിഹേവിയേഴ്സും അവരിൽ തന്നെ കൊണ്ടുവരികയും ആ ടീം മെമ്പേഴ്സിന് അതൊരു മോഡലായി കരുതുകയും വേണം. സെക്കൻഡ് വൺ ഈസ് ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പാരൻസി. ട്രസ്റ്റ് നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് കൾച്ചറിനും അടിസ്ഥാനം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസ്യതയാണ്. അപ്പോൾ ലീഡേഴ്സ് ട്രാൻസ്പാരൻറ്റ്, കൺസിസ്റ്റൻ്റ് ആൻഡ് ഫെയർ ആയിരിക്കണം അവരുടെ ഡിസിഷൻസ് മേക്കിങ്ങിൽ. എങ്കിൽ മാത്രമാണ് അവരുടെ ടീമിൻ്റെ ട്രസ്റ്റ് അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. And the third point is encouraging collaboration and inclusivity. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗുഡ് ലീഡർ എന്നുള്ള ആൾ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിൻ്റെ വർക്കുകളെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അവരെ ക്രോസ് ഫങ്ഷണൽ കോപ്പറേഷനിലൂടെ അവരുടെ ഓരോ ആവശ്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും മറ്റുള്ളവരെല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ഒരു നല്ല ലീഡറിൻ്റെ ഒരു കഴിവാണ്. ഫോർത്ത് വൺ ഈസ് പ്രൊവൈഡിങ് സപ്പോർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സപ്പോർട്ടും ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും ഒരു ലീഡറിന് അത്യാവശ്യം വേണ്ട ഒരു കഴിവാണ്. ഫിഫ്ത്ത് വൺ ഈസ് മാനേജിങ് കോൺഫ്ലിക്റ്റ് കൺസ്ട്രക്റ്റീവ്ലി. കോൺഫ്ലിക്റ്റുകൾ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴായാലും ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, അല്ലെ? ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അത് കൃത്യമായി പ്രോംപ്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അതിന് വേണ്ടുന്ന നല്ല രീതിയിലുള്ള ഒരു സൗഹാർദ്ദം, അതുപോലെ ആ ഇഷ്യൂസ് വലുതാവാതെ നോക്കാനുള്ള ഒരു കഴിവും ഒരു നല്ല ലീഡർക്ക് അത്യാവശ്യമാണ്. ആൻഡ് സെവൻത് വൺ ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് എംപതി. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അതുപോലെ അവരിൽ എംപതൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ സ്ഥാനത്ത് നമ്മളെ നിർത്തി നോക്കുക. ഈ ഒരു കഴിവ് ഒരു ലീഡർഷിപ്പിന് വേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു ലീഡർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു കഴിവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ദ വേരിയസ് ലീഡർഷിപ്പ് തിയറീസ് ആൻഡ് ദെയർ ആപ്ലിക്കബിലിറ്റി ഇൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് 7 തരത്തിലുള്ള ലീഡർഷിപ്പ് തിയറി പഠിക്കാനുണ്ട്. ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ഇന്നത്തെ വീഡിയോ തീരില്ല. അതുകൊണ്ട് ജസ്റ്റ് ഐ ഹാവ് മെൻഷൻ ദ ലീഡർഷിപ്പ് തിയറീസ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് തിയറി, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് തിയറി, കണ്ടിൻജൻസി ലീഡർഷിപ്പ് തിയറി, സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി, ഗ്രേറ്റ് മാൻ തിയറി, ട്രേറ്റ് തിയറി, ബിഹേവിയറിസ്റ്റ് ലീഡർഷിപ്പ് തിയറി. ഈ 7 തിയറീസും കമ്പയർ ചെയ്തിട്ടും ചോദിക്കാം, ഇൻഡിവിജ്വലായിട്ടും ചോദിക്കാം. അപ്പോൾ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എസ്സേ ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇതും അതെ, ഒരുപാട് ഇലാബറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലായിട്ടും ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതുപോലെ എന്താണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക.
different types of leadership styles: autocratic leadership style, democratic leadership style, transformational leadership style, transactional leadership style, and laissez-faire leadership style. അടുത്ത ക്വസ്റ്റ്യന് അനലൈസ് ദ challenges faced by leaders in cultivating self-awareness and suggest strategies to overcome these challenges. ഇവിടെ പറയുന്നത് ലീഡേഴ്സ് ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡേഴ്സ് ഫേസ് ചെയ്യുന്ന എന്തൊക്കെ ചലഞ്ചസ് ആണ്, സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതിൽ എന്തൊക്കെ ചലഞ്ചസ് ലീഡേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്, അതിന് മറികടക്കാനുള്ള സ്ട്രാറ്റജീസ് സജസ്റ്റ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ചലഞ്ചസ് എന്നുള്ളത് പറയാം. ഒന്ന്, ഈഗോ ആൻഡ് ഡിനയൽ അല്ലെ. പല ലീഡേഴ്സും എന്താണ്, ഈഗോവും ഡിനയലും കാരണം അതൊരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ലാക്ക് ഓഫ് ടൈം. ദെൻ തേർഡ് വൺ ഈസ് റെസിസ്റ്റൻസ് ടു ഫീഡ്ബാക്ക്. ഫോർത്ത്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഫിഫ്ത്ത് വൺ, കംഫോർട്ട് വിത്ത് ദ സ്റ്റാറ്റസ് ക്യൂ. ആൻഡ് സിക്സ് വൺ ഈസ് ലാക്ക് ഓഫ് സപ്പോർട്ട്. ഈ പ്രോബ്ലംസ് ആണ് ചലഞ്ചസ് ആയിട്ട് പറയുന്നത്. അതുകൂടാതെ അത് മറികടക്കാനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് seeking feedback, practicing reflection, mindfulness practices, learning and development, using personality assessments, practicing active listening. അപ്പോൾ ഇത്രയുമാണ് ലീഡർഷിപ്പ് എന്നുള്ള ഭാഗത്തു നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.